ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ അരി വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഏകദേശം ഒരു 3-4 ചേരുവകൾ മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഞാനിവിടെ റേഷൻ അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് റേഷൻ അരി മാത്രമല്ല, നമ്മുടെ സാധാരണ മട്ട റൈസോ അല്ലെങ്കിൽ പുഴുങ്ങലരി വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് റേഷൻ അരി എടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് കഴുകിയെടുക്കുക. 3-4 വട്ടെങ്കിലും കഴുകി ആ ഒരു സ്മെല്ലൊക്കെ മാറ്റണം. അതിനുശേഷം വറുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. വെള്ളം മുഴുവനും വാർത്ത് കിട്ടാനായിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. വെള്ളം മുഴുവനും വാർത്തതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഒരു പാനിലേക്ക് മാറ്റാം. ഇനി നന്നായിട്ടിത് വറുത്തെടുക്കുക. കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ സാധാരണ അരിയൊക്കെ വറുത്ത് കഴിക്കില്ല, നമ്മൾ വറുക്കുന്ന ആ ഒരു രീതിയിൽ വറുത്തെടുക്കുക. ഇപ്പോൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്ക് അരി നന്നായിട്ട് വറുത്ത് കിട്ടുള്ളൂ. അതേപോലെ ഓരോ അരിമണിയും വറുത്ത് കിട്ടണം. കളറൊക്കെ മാറി കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ട് മാറി അരി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്ര ആയാൽ മതിയാവും. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ മിഠായി ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് തടവി വയ്ക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പ്ലേറ്റ് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഫോയിൽ പേപ്പർ ഉപയോഗിച്ചാലും മതി. ഫോയിൽ പേപ്പർ ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എള്ളും കൂടി വിതറി കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി നമുക്ക് ശർക്കര വേണം. 1 കപ്പ് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. വെള്ളം ഒരുപാട് ചേർക്കരുത്, 1/4 കപ്പ് തന്നെ വെള്ളം മതി. ശർക്കര നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. മണ്ണൊക്കെ കാണും, അപ്പോൾ മസ്റ്റായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ ശർക്കര അരിച്ചതിന് ശേഷം വീണ്ടും ഇത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ടിത് തിളച്ച് കുറച്ചൊന്ന് കുറുകി കിട്ടണം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഈ സമയത്ത് കൈവിടാതെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം ശർക്കര പാനി നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പാനി ഇതുപോലെ ഒന്ന് സ്പൂണിലെടുത്ത് കയ്യിലിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഒന്ന് തണുത്തതിന് ശേഷം വേണം കേട്ടോ കയ്യിൽ പിടിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ വലിച്ച് നോക്കുമ്പോൾ കുറച്ചൊന്ന് ഒട്ടുന്ന പോലെ ഇരിക്കും. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർക്കാം. കുറച്ച് കാഷ്നട്ടും കിസ്മിസാണ്. ഇത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർക്കാം. ഇനി ഇതില്ലെങ്കിൽ നമുക്ക് കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടി പൊടിച്ച് ചേർക്കാം. പിന്നെ 1 ഏലക്ക ചതച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 3-4 മിനിറ്റ് വീണ്ടും ഒന്ന് കുറച്ച് കട്ടിയാക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി ഒന്ന് ഇപ്പോൾ കട്ടിയായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക, തീ ഒട്ടും തന്നെ കൂട്ടി വയ്ക്കരുത്. അപ്പോൾ ഓരോ അരിമണിയിലും ഈ ശർക്കരപ്പാനി നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കണം. ആ ഒരു രീതിയിൽ നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നോറും ശർക്കര നന്നായിട്ട് അരിയിൽ പിടിച്ച് വരും. ഇതിലേക്ക് വേറെ നെയ്യും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇത്ര തന്നെ മതി. അപ്പോൾ നല്ലപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അരി ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റിൽ ചെയ്യുന്നേക്കാളും കുറച്ച് ഫോയിൽ പേപ്പറിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ആദ്യം ഈ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. പിന്നീട് ഇത് കുറച്ചും കൂടി ഒന്ന് കറക്റ്റായിട്ട് ലെവൽ ചെയ്തെടുക്കാനായിട്ട് ഒരു തവിയുടെ പുറത്തേക്ക് കുറച്ച് നെയ്യും കൂടി തടവിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ടിത് സെറ്റായി കിട്ടും. നല്ലൊരു ലെവലിങ്ങും കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കുറച്ചൊരു ചൂടുള്ളപ്പോൾ തന്നെ ചെയ്യണം. ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ചെയ്താൽ മതി. ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മതി. പിന്നീട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് കുറച്ചും കൂടി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് സൈഡൊക്കെ ഒന്ന് കത്തി വെച്ച് കുത്തി കൊടുത്തതിന് ശേഷം നേരത്തെ വരഞ്ഞ് വെച്ചിരിക്കുന്ന ആ ലൈനിൽ തന്നെ വീണ്ടും ഒന്ന് കത്തി വെച്ച് ഇതുപോലെ ഒന്ന്
കുത്തി കൊടുത്താൽ നമുക്ക് ഓരോന്നും വിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇപ്പോൾ ഫോയിൽ പേപ്പറിലാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ഓരോന്നും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ ഇരിക്കും. ആ എള്ളിൻ്റെ ഒരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഓരോ പീസും നമുക്ക് ഇതുപോലെ എടുത്ത് മാറ്റാം. ഈ ഒരു മിഠായി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് 1 മാസം വരെയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റും. പുറത്ത് തന്നെ വെക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മിഠായിയാണ്. അപ്പോൾ അരിയും ശർക്കരയൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണും. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഇത് ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്